നിയമസഭയിലെ കന്നി പ്രസംഗത്തിൽ താരമായി KP നൌഷാദ് അലി MLA. ഇടത് പൊതുബോധവും ന്യൂനപക്ഷവും CPM-നെ കൈവിട്ടുവെന്ന് KP നൌഷാദ് അലി. മത്സ്യത്തൊഴിലാളി മേഖലയെ സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ തമസ്കരിച്ചു. നിങ്ങൾ അവിടെയുള്ള മനുഷ്യരെയൊക്കെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് നിങ്ങൾ സമീപിച്ചത്. അപ്പോഴാണ് UDF ഇവിടെ TSP STP ഒക്കെ മാതൃകയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രത്യേക ഫണ്ട് വകയിരുത്തലൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇവിടെ ക്രൈസ്തവരെ, അതുപോലെ തന്നെ ദളിത് ആദിവാസികളെ, മൺപാത്ര നിർമ്മാണക്കാരെ, അതുപോലെ തന്നെ വിശ്വകർമ്മജരെ, ഇങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലൊക്കെ അവസര സമത്വത്തിന് വേണ്ടി കമ്മീഷൻ രൂപീകരിക്കുന്ന, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ സയൻറ്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കുന്ന, ഗാന്ധിയൻ ഫിലോസഫി പഠിപ്പിക്കുന്ന, രോഹിത് വെമുലയ്ക്ക് വേണ്ടി ജാതി വിവേചനത്തിനെതിരെ കലാലയങ്ങളിൽ നിയമമുണ്ടാക്കുന്ന, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓംബുഡ്സ്മാൻ കൊണ്ടുവരുന്ന ഇത്തരത്തിൽ നൂതനമായ കുറേ കാര്യങ്ങൾ ഈ സാമൂഹിക മുന്നേറ്റത്തിന് ആനുപാതികമായി മുമ്പോട്ട് വെച്ചപ്പോഴാണ് നിങ്ങളെ കാലങ്ങളായിട്ട് പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളൊക്കെ UDF-നെ പിന്തുണക്കാൻ മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും വളരെ ഒരു ക്ലേശകരമായ കാലത്തിലൂടെയുള്ളൊരു പ്രതിപക്ഷ യാത്രയായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ യാത്ര എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ VD സതീശൻ ഇനി മുഖ്യമന്ത്രി ഊഴമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ ആരെങ്കിലും വീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന കേരള രാഷ്ട്രീയത്തിന് നൽകിയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷക്കാലമാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ വളരെ മോശമായൊരു കാലത്തായിരുന്നു ഇത്തരത്തിലുള്ള വർഗീയ വിഭജനത്തിന് ആനുപാതികമായിട്ട് CPM-ഉം കേരള സർക്കാരും വരെ ചിന്തിക്കുന്ന ഒരു കാലത്ത് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത്, വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നിലപാടെടുത്ത്, വംശീയ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നിലപാടെടുത്ത് വളരെ ക്ലേശകരമായി ഈ വർഗീയതയെ ചെറുക്കുന്ന രാഷ്ട്രീയം, ഒരു മെറിറ്റോറിയസ് ആയ രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കി 5 കൊല്ലമാണ് കഴിഞ്ഞു പോയത്. അതിൻ്റെ ഒരു ഗുണഫലമാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയും ഇത്തരത്തിലുള്ള ഗുണഫലങ്ങളെ ചേർത്ത് പിടിച്ച് നന്മയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതുയുഗ കേരളം പിറവിയെടുക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.